ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഡിസംബർ മാസം 28 ഈ ഒരു ശുക്രരാശിമാറ്റത്തിന് ഒരു വലിയ പ്രത്യേകത തന്നെയുണ്ട്. ശുക്രൻ രാശി മാറി വരുന്നത് കുംഭം രാശിയിലേക്കാണ്. കുംഭം രാശി എന്ന് പറയുന്നത് ആ രാശിയുടെ അധിപൻ ശനീശ്വരനാണ്. ആ ശനിയുടെ രാശിയിലേക്കുള്ള ഈ ശുക്രൻ്റെ രാശിമാറ്റം 12 രാശികളിൽ പെടുന്ന ഒരു 6 രാശിക്കാരായ 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു മാറ്റം ജീവിതത്തിൽ നൽകുന്ന ഒന്നാണ്. ശുക്രൻ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹവും നമ്മുടെ ലൗകിക ജീവിതത്തിന് അത്രമേൽ പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രഹവുമാണ്. ശുക്രൻ വളരെ നല്ല രീതിയിൽ രാശിയിൽ സഞ്ചരിക്കുന്ന കാലവും സ്വന്തം ജനന ജാതകത്തിൽ ശുക്രൻ ബലമായിട്ട് നിൽക്കുന്ന വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് ലൗകിക സുഖങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. നല്ല ആരോഗ്യം, അതുപോലെ ജീവിത സൗകര്യങ്ങൾ, പണലാഭം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഇങ്ങനെയുള്ള എല്ലാ നന്മകളും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ പറയുന്ന ഈ 6 രാശികളിൽ വരുന്ന 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം ജനന ജാതകം എന്നൊന്നുണ്ട്. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല. നിങ്ങളുടെ സ്വന്തം ജനന ജാതക പ്രകാരം ഇപ്പോൾ ശുക്രദശ നടക്കുന്ന വ്യക്തികൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ഒരു ദശയാണ് നടക്കുന്നത്, ആ ദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുന്നുണ്ടോ? ശുക്രൻ നിങ്ങളുടെ ജാതകപ്രകാരം ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിവിടെ പറയുന്നത് ഒരു രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ 12 രാശികളിൽപ്പെട്ട 6 രാശിക്കാർക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളുടെ ഒരു പൊതുവായ ഒരു ഫലമാണ്. എത്രത്തോളം ആ ഗുണഫലങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരും, അതല്ലെങ്കിൽ ആ ലഭിക്കുന്ന ഗുണഫലങ്ങളിൽ എത്രത്തോളം കുറവുണ്ടാകും, അത് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അറിയണമെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നന്മകൾ, നേട്ടങ്ങൾ സംഭവിക്കാൻ ഒരുപാട് കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നിമിഷം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നന്മകൾ സംഭവിക്കാൻ എന്ന് മനസ്സിലാക്കുക. അതാണ് സമയം നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ് നൽകുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും അത്യുത്തമമായ ഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം വളരെ വലിയ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. പൊതുവേ മേടം രാശിക്കാരെ സംബന്ധിച്ച് ആ രാശിക്കാർക്ക് ശുക്രൻ ഒരു പാപഗ്രഹമാണ്. ശുക്രൻ പൊതുവെ നന്മകൾ, ഗുണഫലങ്ങൾ മേടം രാശിക്കാർക്ക് നൽകാറില്ല. എന്നാൽ ഈ ഒരു ശുക്രരാശി മാറ്റം കൊണ്ട് എങ്ങനെയാണ് മേടം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ, ശുക്രൻ നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. നിങ്ങളെ സംബന്ധിച്ച് കുംഭം രാശി എന്ന് പറയുന്നത് മേടത്തിന് 11ാം ഭാവമായിട്ടാണ് വരുന്നത്. 11ാം ഭാവം എന്ന് പറയുന്നത് ഒരു ഉപജയസ്ഥാനവും ജാതകത്തിലെ സർവ്വശ്രേഷ്ഠമായ ഭാവവുമാണ്. ആ ഭാവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാശിക്ക് പാപനായിട്ടുള്ള ശുക്രൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആ ശുക്രൻ്റെ പാപത്വം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ശുക്രൻ എന്ത് പാപഫലങ്ങളാണോ നിങ്ങൾക്ക് നൽകാനായിട്ടുള്ളത് അതിന് നേർ വിപരീത ഫലം, ഓപ്പോസിറ്റ് ഫലം നൽകുമെന്നുള്ളതുമാണ് ശാസ്ത്രം. അങ്ങനെ നോക്കുമ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, നന്മകളാണ് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയത്തിൻ്റെ ആരംഭമാണ് ഈ ഒരു ഡിസംബർ 28 മുതൽ ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. കാലാകാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, പല നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാലമാണ്. പഴയ കാലങ്ങൾ അല്ലെങ്കിൽ പണ്ട് മുതൽ പരിശ്രമിച്ച് പരാജയപ്പെട്ടു വന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായിട്ടുള്ള ഒരു കാലം എന്ന് തന്നെ പറയാം. ഇത്രയും നാളും ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു ധനവരവ് നിങ്ങൾക്ക് വന്നു ചേരും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യം, ഒരു സേവിങ്സ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന
പണം അനാവശ്യ ചെലവുകളൊക്കെ മാറി അത് നിങ്ങൾക്കൊരു സമ്പാദ്യം സേവിങ്സായിട്ട് മാറുന്ന ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല സമയമാണ്. സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ മേടം രാശിക്കാരെ വിട്ട് പൂർണ്ണമായി മാറുന്ന ഏറ്റവും ഉത്തമമായ കാലം എന്ന് തന്നെ പറയാം. സ്വന്തം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് ഈ ശുക്രരാശിമാറ്റം നൽകുന്നത്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുക, ആ കുടുംബത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം, സമാധാനമൊക്കെ ലഭിക്കുന്ന സമയം, നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ നല്ല വിലയും നിലയുമൊക്കെ കൽപ്പിക്കുന്ന ഒരു കാലം, വാക്കിന് ഒരു വില ലഭിക്കുന്ന കാലം എന്ന് തന്നെ പറയാം. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല അസ്വാരസ്യങ്ങളും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ നല്ലൊരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് വിവാഹ കാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുക, അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു സമയവുമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ നൽകുന്നത് ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സുഖം, അനുയോജ്യകരമായിട്ടുള്ള വിവാഹം, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ വിട്ടുമാറുക, നല്ല ധനലാഭം ലഭിക്കുക, നല്ല സമ്പാദ്യം, സേവിങ്സ് ഒക്കെ ഉണ്ടാവുക, കുടുംബത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും ഒക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശുക്രരാശി മാറ്റം നൽകും. പ്രധാനമായും മേടം രാശിക്കാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള അഭിവൃദ്ധി, നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്ന ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല സമയമാണ്. മനസ്സിന് തന്നെ ഒരു സമാധാനം, സന്തോഷം, സുഖമൊക്കെ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കുന്ന ഒന്നായിട്ടാണ് ഈ ശുക്രരാശി മാറ്റം അനുഭവത്തിൽ വരുന്നതും. നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക. ഈ ഒരു സമയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവൈശ്വര്യങ്ങളും എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ നൽകും. പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ശനിയുടെ രാശിയായ കുംഭത്തിലേക്ക് വരുമ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രനും ശനിയുമൊക്കെ പൂർണ്ണമായിട്ടും ശുഭത്വം നൽകുന്ന പൂർണ്ണ ശുഭഗ്രഹങ്ങളാണ്. നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന എല്ലാ തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ കാലത്തിൻ്റെ ആരംഭമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. അതുപോലെ രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അങ്ങനെ ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ലഭിക്കുക. ഈ ശുക്രരാശി മാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധ നെഗറ്റീവുകളും എല്ലാവിധ പോരായ്മകളും തീർത്തും മാറ്റിത്തരുന്ന തരത്തിലുള്ള നല്ല അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, വഴക്കുകളോ മറ്റു കോടതി വ്യവഹാരങ്ങളോ ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്ക് പലതും അനുകൂലമായിട്ട് ലഭിക്കുന്ന അവസ്ഥയൊക്കെ വന്നു ചേരും. അനാവശ്യമായിട്ടുള്ള പാഴ്ചെലവുകളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഏറ്റവും നല്ല കാലവും സമയവുമാണ്. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കർമ്മ മേഖലയിൽ വലിയ തരത്തിലുള്ള മാറ്റമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. എത്ര വലിയ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കർമ്മത്തിലുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മമേഖല വളരെ സുഗമമായി മുന്നോട്ട് പോവുകയും അവരവരുടെ കർമ്മത്തിൽ കൂടെ, ജോലിയിൽ കൂടെ നല്ല ഉയർച്ച ലഭിക്കുകയും അതിൽ നിന്ന് ധാരാളം ധനവരുമാനം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചും ആ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് നല്ല ധനലാഭം, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയം. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ പോലും പരിശ്രമിച്ചാൽ ഈ ഒരു ഡിസംബർ 28 മുതൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുക. ഇത്രയും നാളും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള
ആ ഒരു കർമ്മത്തിൽ ഉയർച്ച പുരോഗതി ലഭിക്കുക, പലർക്കും ആഗ്രഹിക്കുന്ന തരത്തിലൊരു സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ പദവി മാറ്റമോ ഒക്കെ ലഭിക്കുന്ന സാഹചര്യം, വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ആ വിദേശ ജോലി ഭാഗ്യവും ഇടവം രാശിക്കാർക്ക് ഈ ഡിസംബർ 28 മുതൽ അനുഭവത്തിൽ വരുന്നതാണ്. ഈശ്വരാനുഗ്രഹം ഭാഗ്യം ധാരാളമായിട്ട് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ ആ പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഫലം ലഭിക്കുന്ന കാലം എന്ന് തന്നെ പറയാം. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒന്ന്, നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ, പൂർണ്ണ ശുഭനാണ്. അതുപോലെ തന്നെ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നത്തിൻ്റെ അധിപനും ലഗ്നാധിപനും ശുക്രനാണ്. അപ്പോൾ ഇത്രയും ശുഭനായിട്ടുള്ള ശുക്രൻ ശനിയുടെ രാശിയായ കുംഭത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ നന്മകളാണ് നൽകുന്നത്. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് ഇടവം രാശിക്കാർക്ക് യോഗകാരകൻ, എല്ലാവിധ യോഗങ്ങളും എല്ലാവിധ നന്മകളും നൽകുന്ന ഗ്രഹം. അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും ദാമ്പത്യപരമായിട്ടാണെങ്കിലും എല്ലാവിധ ഐശ്വര്യങ്ങളും കർമ്മത്തിൽ ഉയർച്ചയും ധനലാഭവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്ന്. അപ്പോൾ അങ്ങനെയുള്ള ശനിയുടെ ആ ഒരു ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക് നിങ്ങളുടെ രാശിയുടെ അധിപൻ തന്നെ ശുക്രൻ തന്നെ സഞ്ചരിക്കുന്ന കാലം ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ, നേട്ടങ്ങൾ, യോഗങ്ങൾ എല്ലാം ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. നല്ല പ്രാർത്ഥനയോടുകൂടി നല്ലതുപോലെ പരിശ്രമിച്ച് മുന്നോട്ട് പോകൂ. പൂർണ്ണമായും നിങ്ങൾക്ക് വിജയം ലഭിക്കും, ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വൈശ്വര്യങ്ങളും ഈ ശുക്രരാശി മാറ്റം നൽകുന്നത് ആകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളി നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം, ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയം. ഈശ്വരാനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു കാലമാണ് ഈ ശുക്രരാശി മാറ്റത്തിൽ കൂടെ അനുഭവത്തിൽ വരുന്നത്. മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയം. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഈശ്വരൻ പൂർണ്ണമായിട്ടും ഫലം നൽകുന്ന സമയവുമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭ ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ശുഭ ചിലവുകൾ നടക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ധനാഭിവൃദ്ധി, ഒരു പണവരവ്, ഒരു സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ശുഭച്ചിലവുകളെന്ന് പറയുമ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനുള്ള യോഗം ഈ ശുക്രരാശി മാറ്റം നൽകും. അതുപോലെ പുതിയ ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം, ഗൃഹപ്രവേശം നടത്തുവാനുള്ള ഭാഗ്യം, അതുപോലെ പഴയ ഗൃഹം പുതുക്കി ഒന്ന് പുനർനിർമ്മിക്കുവാനുള്ള അവസരവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഇതൊക്കെ ശുഭച്ചിലവുകളിൽ വരുന്ന കാര്യമാണ്. അതുപോലെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കും, അതും ശുഭച്ചിലവുകളാണ്. വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരുന്ന കാലവുമാണ്, അതും ശുഭച്ചിലവുകൾ. അതുപോലെ വിദേശ യാത്ര, വിദേശ ജോലി ഭാഗ്യമൊക്കെ ലഭിക്കും. ഇതൊക്കെ ആ ഒരു ശുഭച്ചിലവുകളിൽ വരുന്ന കാര്യങ്ങളാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് സർവ്വശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാലം, ഒരു നല്ല അനുഭവമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന സ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. യാത്രകൾ, ആ യാത്രകളിൽ കൂടെ നല്ല നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച്. ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ, നന്മകൾ വന്നു ചേരും. ഓരോ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് മനസ്സിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത ആഗ്രഹങ്ങൾ, വ്യത്യസ്ത ജീവിതാനുഭവങ്ങളാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ നല്ല മുന്നേറ്റം, ഭാഗ്യം, ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയം. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയോ സ്വത്തുവകകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ്. അതുപോലെ പ്രധാനമായിട്ടും പറയേണ്ടത്, സന്താന ഭാഗ്യത്തിന് കാലാകാലങ്ങളായി കാത്തിരിക്കുന്ന മിഥുനരാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും നല്ല സമയം. അതിനുവേണ്ടി നടത്തിവന്ന ചികിത്സകളൊക്കെ ഫലപ്രാപ്തിയിൽ ലഭിക്കുന്ന സമയവുമാണ്.
നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും മിഥുനരാശിയിൽപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ സാധിക്കുന്ന കാലം, അതുപോലെ സന്താനങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഒക്കെ കാണുവാൻ സാധിക്കുക, സ്വന്തം കുട്ടികൾ നല്ല നിലയിലെത്തുന്നത് കാണുക, അത് കണ്ട് സന്തോഷിക്കാനുള്ളൊരു ഭാഗ്യം ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന സമയമാണ്. കുട്ടികൾക്ക് നല്ല ഉയർന്ന ജോലി ലഭിക്കുക, നല്ല വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുക, അവർക്ക് മംഗളകരമായ വിവാഹം നടക്കുക, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ മിഥുനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, മംഗളകരമായ ഒരു കുടുംബം, വിവാഹം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ സൗഭാഗ്യങ്ങൾ, അത്രമേൽ നന്മകൾ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ച് ശനിയുടെ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് ശനി മിഥുനരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനാണ്. ആ ഒരു ശനിയുടെ രാശിയിലേക്ക് വരുമ്പോൾ മറഞ്ഞിരിക്കുന്ന നന്മകൾ, സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങളൊക്കെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ മോചനം നിങ്ങൾക്ക് ലഭിച്ച് ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യം ലഭിക്കുന്ന സമയവുമാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നന്മകൾ വന്നു ചേരുന്ന കാലഘട്ടമാണ്. അതാണ് മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വളരെ പെട്ടെന്ന് ജീവിതത്തിൻ്റെ ഗതി മാറുന്ന തരത്തിൽ നല്ല ഉയർച്ച, നന്മകളൊക്കെ ഈ ശുക്രരാശി മാറ്റം നൽകും. ഇതിനെയൊക്കെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. പരിശ്രമങ്ങൾക്കൊക്കെ നല്ല ഈശ്വരാനുഗ്രഹം ലഭിക്കും. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ആ ഒരു ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം വളരെയധികം ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ, നല്ല നന്മകൾ, മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ രാശിയുടെ അധിപനും തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നത്തിൻ്റെ അധിപനുമാണ്. രാശ്യാധിപനും ലഗ്നാധിപനും ശുക്രനാണ്, പൂർണ്ണ ശുഭൻ. അതുപോലെ ശനി എന്ന് പറയുന്ന ഗ്രഹവും നിങ്ങൾക്ക് പൂർണ്ണ ശുഭഗ്രഹമാണ്. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് കുംഭം രാശിയിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നൽകും. അതും വളരെ വേഗത്തിൽ നൽകുന്ന തരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. കാരണം കുംഭം രാശി എന്ന് പറയുന്നത് അത്രമേൽ വളരെ വേഗത്തിൽ ഫലം നൽകുന്ന ഒരു രാശിയാണ് ശനിയുടെ രാശി. മകരം, കുംഭം ഇത് രണ്ടും ശനിയുടെ രാശിയാണെങ്കിലും കുംഭം രാശിക്ക് വേഗത വളരെ കൂടുതലുള്ള ഒരു രാശിയാണ്. അപ്പോൾ ആ രാശിയിലേക്ക്, ശനിയുടെ രാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം നിങ്ങൾ തുലാം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരിക. നമ്മൾ പറയാറില്ലേ, മറഞ്ഞിരിക്കുന്ന നന്മകൾ, നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ അത് തന്നെയാണ് ഫലവും. ഒരുപാട് കാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുൻപ് നിങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പോലത്തെ ചില അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടാകും. അത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന കാലം എന്ന് തന്നെ പറയാം. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് വളരെ നല്ല ഒരു അവസ്ഥയിലേക്ക് ജീവിതം പെട്ടെന്ന് മാറുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും. അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ചിലരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, ആ ബിസിനസ് മുഖാന്തരം വളരെ പെട്ടെന്ന് നല്ല ഉയർച്ച, മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങൾ തുലാം രാശിക്കാർക്ക് ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും. തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിലുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ മുക്തി ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറും. അതുപോലെ തന്നെ തുലാം രാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നല്ല സുഖാനുഭവങ്ങൾ, നന്മകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സുഖം, സന്തോഷം, സമാധാനം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഈശ്വരാനുഗ്രഹം അത്രമേൽ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്.
നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്ര രാശിമാറ്റം പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകും. അതായത് കാലാകാലങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു വീട്, ഭൂമി എന്നൊക്കെയുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഇത്. അതുപോലെ പൂർവികപരമായിട്ട് എന്തെങ്കിലും ഭൂമിയോ സ്വത്തുവകകളോ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ വന്നു ചേരും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. മംഗളകരമായ വിവാഹം നടക്കും. നല്ല സന്താന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലവുമാണ്. അതുപോലെ തന്നെ അവരവരുടെ സന്താനങ്ങൾ, അവരവരുടെ കുട്ടികളെക്കുറിച്ചുള്ള ആവലാതി, വേവലാതിയൊക്കെ വിട്ടുമാറും. സ്വന്തം കുഞ്ഞുങ്ങളുടെ, ആ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും. നല്ല ഉയർ വിദ്യാഭ്യാസം, ആഗ്രഹിച്ച നല്ല ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, അതുപോലെ കുട്ടികളുടെ വിവാഹം, ഇതൊക്കെ തുലാം രാശിക്കാരായ മാതാപിതാക്കൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. അതുപോലെ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും വളരെ നല്ല മാറ്റം, നല്ല ഗുണഫലം വരും. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മത്തെ കുറിക്കുന്ന കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ടും ശനിയുടെ രാശിയായ കുംഭത്തിലേക്ക് ശുക്രൻ രാശി മാറി വരുമ്പോൾ നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ വിട്ടുമാറും. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ വിട്ടുമാറും. ബിസിനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ആ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച, ധനലാഭം ഒക്കെ വന്നു ചേരുന്ന നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. പൊതുവെ നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മറഞ്ഞിരിക്കുന്ന ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഈ ഒരു ശുക്രരാശി മാറ്റം പല തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ തലവര തന്നെ മാറ്റുന്ന തരത്തിൽ അത്രമേൽ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. കാലാകാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അനുഭവത്തിൽ വരും. സമയം അത്രമേൽ നല്ല അനുകൂലമാണ്. നിങ്ങൾ തുലാം രാശിക്കാർക്ക് യാതൊരു ദോഷവും പറയാനായിട്ടില്ല. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ആ ശുക്രൻ്റെ ഭാവവും സ്ഥാനവും, ശുക്രദശ നടക്കുന്നവരുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഏറ്റവും അത്യുത്തമവുമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്ന തരത്തിൽ വളരെ വിശേഷപ്പെട്ട ഒന്നായിട്ടാണ് മാറുന്നത്. നിങ്ങൾ മകരം രാശിക്കാർക്ക് 7.5 ശനി പൂർണ്ണമായിട്ട് വിട്ടുമാറുകയാണ്. 2025 മുതലുള്ള കാലം ജീവിതത്തിലെ തന്നെ സൗഭാഗ്യകാലത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു സമയം ഡിസംബർ 28-ന് ശുക്രൻ്റെ രാശിമാറ്റവും നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യമൊക്കെ നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത്. മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതിയാണ്. ശുക്രൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ മകരം രാശിക്കാർക്ക് അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നൽകും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളോ കടബാധ്യതകളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തരത്തിൽ ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതി നിങ്ങൾക്ക് ലഭിക്കും. അവരവരുടെ കുടുംബത്തിലൊക്കെ സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഇത്രയും നാളും ലഭിക്കാതിരുന്ന ഒരു മനസ്സന്തോഷം, സുഖം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. ഈശ്വരാനുഗ്രഹമാണ് ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നത്. ശുക്രൻ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുക, ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, മനോവിഷമങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കുക, നിങ്ങളുടെ മനസ്സിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. സ്വന്തമായി ഒരു വീട് പണിയണമെന്ന, ഒരു ഗൃഹം വേണമെന്നുള്ള ആഗ്രഹം സഫലമാകുന്ന കാലം, സ്വന്തമായി ഭൂമി, ഗൃഹയോഗം, വാഹനയോഗം തുടങ്ങി മംഗളകരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മംഗളകരമായിട്ടുള്ള, അനുയോജ്യകരമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, സുഖം, സമാധാനം, സന്തോഷം, സ്വസ്ഥതയൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ
സന്താനങ്ങളെ കൊണ്ട് വളരെയധികം നന്മകൾ, നേട്ടങ്ങൾ ഉണ്ടാവുക, അവരവരുടെ സന്താനങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുക, അത് കണ്ടൊരു മനസ്സമാധാനം, സന്തോഷം ലഭിക്കുക. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സമാധാനം, സുഖം, സന്തോഷം അവരിൽ നിന്ന് ലഭിക്കുന്ന അനുഭവവും നിങ്ങൾ മകരം രാശിക്കാർക്ക് വന്നു ചേരും. കാലാകാലങ്ങളായിട്ടൊരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്കും കാലം ഉത്തമമാണ്, അനുയോജ്യമാണ്. പ്രധാനമായിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് കർമ്മത്തിനെ കുറിക്കുന്ന ഗ്രഹമാണ്. അതായത് കർമ്മകാരകനായ ഗ്രഹം. ഒരു മനുഷ്യന് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആ കർമ്മം വളരെ ശ്രേഷ്ഠമായി മുന്നോട്ട് പോകണം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടെ നമുക്ക് നല്ല വരുമാനം ലഭിക്കണം, നല്ലൊരു സൗകര്യങ്ങൾ വന്നു ചേരണം. അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിലെ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയമാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ആ ജോലിയിൽ, ആ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കർമ്മം കൊണ്ട് ഉയരാൻ സാധിക്കുക, കർമ്മത്തിലൊക്കെ വളരെ വലിയ പുരോഗതിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്ത് പരാജയപ്പെട്ട, അല്ലെങ്കിൽ ആ പരാജയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ആ ബിസിനസ്സിലുള്ള പരാജയങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക, നിങ്ങൾക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആ ബിസിനസ്സിൽ കൂടെ ഇത്രയും നാൾ നഷ്ടത്തിലായിരുന്ന ബിസിനസ് പൂർവാധികം വളരെ ഭംഗിയോടുകൂടി അത് നല്ല ലാഭത്തിൽ, നിങ്ങൾക്കതിൽ നിന്ന് ധനലാഭം, നേട്ടം നൽകുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുക. അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ കർമ്മരംഗത്തു നിന്നും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന, ലഭിക്കുന്ന ഏറ്റവും നല്ല സമയമാണ്. പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് യാതൊരു ദോഷവും പറയാനില്ല. ഏറ്റവും ഉത്തമമായ കാലം, ഉത്തമമായ സമയമാണ്. വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ ധൈര്യമായി ശ്രമിക്കാം, നല്ല ജോലി ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്കും കാലം അനുയോജ്യമാണ്, വളരെ വളരെ ഉത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ ദോഷങ്ങളും മകരം രാശിക്കാർക്ക് പറയാനായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല കാലത്തിൻ്റെ ആരംഭമാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. പതുക്കെ പതുക്കെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ, നല്ല നല്ല ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു നല്ല ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പലർക്കും ഒരു പുനർവിവാഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ കാലം കൂടെയാണ് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ മകരം രാശിക്കാർക്ക് അത്രമേൽ ഉത്തമനാണ്. ഏറ്റവും പൂർണ്ണമായ ശുഭഗ്രഹം, അതും നിങ്ങളുടെ രാശ്യാധിപനായ, നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായ ശനിയുടെ രാശിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന കാലഘട്ടം, അതുപോലെ സാമ്പത്തികപരമായ ഉയർച്ച, ഉന്നതി, ധനലാഭമാണ് പ്രധാനമായിട്ടും ഈ ശുക്രൻ നിങ്ങൾക്ക് നൽകുന്ന ഒന്ന്. നല്ല സാമ്പത്തിക അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറും. അങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ച, നന്മകൾ, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഇത്രയും നാളും നിങ്ങളുടെ വാക്കിന് ലഭിക്കാതിരുന്ന ഒരു വില മറ്റുള്ളവർ നൽകുന്ന തരത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് തന്നെ പ്രകടമാകും. നിങ്ങൾക്ക് തന്നെ വിലയും നിലയും ഒക്കെ ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ്. ഇത്രയും നാളും നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആ ഒരു വ്യക്തികളോ സമൂഹമോ നിങ്ങളെ അംഗീകരിക്കുന്ന കാലത്തിൻ്റെ ആരംഭവും കൂടിയാണെന്ന് മനസ്സിലാക്കുക. മകരം രാശിക്കാരെ സംബന്ധിച്ച് ധൈര്യമായി മുന്നോട്ട് പോകാം. ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് അത്യുത്തമവുമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം ഏറ്റവും വലിയ ഗുണാനുഭവങ്ങൾ, നന്മകൾ നൽകുന്ന തരത്തിലാണ്. ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലമെന്ന് പറയുന്നത് നിങ്ങളുടെ സർവ്വവിധ എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളെയും കഷ്ടനഷ്ടങ്ങളെയും പൂർണ്ണമായി മാറ്റുന്ന തരത്തിലാണ് ഈ ശുക്രരാശി മാറ്റം അനുഭവത്തിൽ വരിക. ശുക്രൻ ജന്മത്തിൽ നിങ്ങൾ കുംഭം രാശിക്കാർക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ അത്രമേൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് സുഖസ്ഥാനത്തിൻ്റെയും കർമ്മസ്ഥാനത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്.
അപ്പോൾ കുംഭം രാശിക്കാർക്ക് ഒറ്റ വാക്കിൽ അനുഭവത്തിൽ വരുന്നത് നല്ല സുഖകരമായിട്ടുള്ള ഒരു ജീവിതം എന്ന് തന്നെ പറയാം. എത്ര വലിയ ബുദ്ധിമുട്ടുകളോ കഷ്ടതകളോ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ഈ ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വരും. മനസ്സിനെ അലട്ടുന്ന എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയും ചെയ്യും. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ പലർക്കും പല വിധത്തിലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. ആ മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി മനസ്സിന് അത്രമേൽ സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു കാലവുമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ രാശിയാധിപനായ ശനിയുടെ രാശിയിലേക്ക് ശുക്രൻ രാശി മാറി വരുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും നന്മകളും ഭാഗ്യാനുഭവങ്ങളും ശുഭച്ചിലവുകളും ഒക്കെ വന്നു ചേർന്ന സമയമാണ്. ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനി 2025 മാർച്ച് മാസം ആരംഭിക്കുവാനിരിക്കുകയാണ് നിങ്ങൾ കുംഭം രാശിക്കാർക്ക്. അതായത് ഏഴര ശനി വിട്ടുമാറാൻ ഇനിയും ഒരു 2.5 വർഷക്കാലം മുന്നോട്ടുണ്ട്. ഇവിടെ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വലിയ ഒരു മാറ്റം ജീവിതത്തിൽ അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ചും ശുക്രരാശി മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് ശുഭച്ചിലവുകൾ നൽകുന്ന കാലഘട്ടം. ഏഴര ശനി തുടങ്ങിയ കാലം മുതൽ തന്നെ കുംഭം രാശിക്കാരായ പലർക്കും ചിലവുകളുണ്ട്. പക്ഷേ അതൊക്കെ വ്യയമാണ്, പാഴ്ചിലവുകളാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ കൈകളിലേക്ക് ഒരു 10 രൂപ വന്നു കഴിഞ്ഞാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരിക. പലരും പല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ പകുതി വഴിയിൽ നിന്ന് പോയ അവസ്ഥയുണ്ട്. അതൊരു ഭവന നിർമ്മാണം, പുതിയതായൊരു ഗൃഹം നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ച് അത് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് അതിനുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും ഇറങ്ങി, ഒരു ബിസിനസ് ആണെങ്കിലും വിദേശ ജോലിക്കൊക്കെ ഇറങ്ങിത്തിരിച്ച് പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയായി പലർക്കും അവരവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റാതെ പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയൊക്കെ കുംഭം രാശിയിൽപ്പെട്ട പലർക്കുമുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ നൽകും. കർമ്മസംബന്ധം, ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം നൽകുകയും അതിൽ നിന്നൊക്കെ ഒരു മുക്തി, ഒരു മോചനം ലഭിച്ച് അവരവരുടെ കർമ്മ മേഖല, ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി സുഗമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുക. അതുപോലെ ബിസിനസ്, സ്വന്തം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി അതൊക്കെ നല്ല സുഗമമായി നടത്തി മുന്നോട്ട് പോകുവാനും അതിൽ നിന്ന് ചെറുതാണെങ്കിൽ പോലും ഒരു വരുമാനം, ഒരു ലാഭം, ധനലാഭം ലഭിക്കത്തക്ക തരത്തിലുള്ള നല്ല മാറ്റങ്ങളാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾ കുംഭം രാശിക്കാർക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച വന്നു ചേരും. പല കാര്യങ്ങൾക്കും ഒരു നന്മ, ഒരു നേട്ടങ്ങൾ ലഭിക്കും. പ്രധാനമായിട്ടും വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉത്തമമായ സമയമാണ്. അതുപോലെ യാത്രകൾ അനുഭവത്തിൽ വരും, നല്ല യാത്രകൾ അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നേട്ടമുണ്ടാകും. വിദേശ ജോലി, വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ് കുംഭം രാശിക്കാർക്ക്. ഈ ഒരു ഏഴര ശനിയുടെ അവസാന കാലഘട്ടം ഇതുപോലെയുള്ളൊരു ശുക്ര രാശിമാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ വളരെ വളരെ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുക്രൻ്റെ രാശിമാറ്റം നല്ല അനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ നൽകും. പലർക്കും വളരെ പെട്ടെന്നുള്ള ഒരു നല്ല മാറ്റം, ഈ ഏഴര ശനിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ആ ഒരു കഷ്ടങ്ങൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും. പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, അത് സാമ്പത്തിക പ്രയാസങ്ങളാണെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ചെയ്യുന്ന ജോലി, ബിസിനസ്സിലുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ പലതരത്തിലുണ്ട്. ഇതിനൊക്കെ വളരെ പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരമെന്നുള്ള നിലയ്ക്ക് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് വളരെ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. ധൈര്യമായി മുന്നോട്ട് പോകാം. ഡിസംബർ 28 ശുക്രരാശി മാറ്റം സംഭവിക്കുമ്പോൾ കുംഭം രാശിക്കാരായ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല മംഗളകരമായ വിവാഹം നടക്കും. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ലഭിക്കുന്ന സമയവും കൂടിയാണ്.
ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശിമാറ്റം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.